Hi students, welcome to this video module. Today's topic is spectroscopy and instrumentation. This topic is from the BSc Physics Semester 6 Relativity and Spectroscopy. What is actually spectroscopy? And what are the uses of spectroscopy? And what are the various spectroscopic techniques? That all we will learn in this video module. അപ്പോൾ എന്താണ് സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷൻ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്റർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ സ്റ്റഡി ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഏത് തരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളുണ്ട്. Okay, I hope it is clear. So what is actually spectroscopy? It is a study of absorption and emission of light and other radiations by matter. The primary purpose of spectroscopic studies is to understand the nature and strength of various bonds, structure and composition of molecules. Okay, so we discussed about spectroscopy, but what is actually electromagnetic spectrum? എന്താണ് electromagnetic spectrum എന്ന് പറഞ്ഞാൽ? So here you can see various parts of electromagnetic spectrum. Electromagnetic spectrum എന്ന് പറഞ്ഞാൽ it is actually an arrangement of all the components of electromagnetic waves, either in the increasing order of frequency or in terms of wavelength. വേവ്ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത്. എന്തെല്ലാമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നറിയപ്പെടുന്നത്? റേഡിയോ വേവ്സ് ഉണ്ട്. ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉള്ള പാർട്ടാണ് റേഡിയോ വേവ്സ്. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആളുകളാണ് മൈക്രോവേവ്. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ആണ് ഇൻഫ്രാറെഡ്. again കുറഞ്ഞ വേവ് ലെങ്ത് ആണ് വിസിബിൾ സ്പെക്ട്രം. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് അൾട്രാ വയലറ്റ്. ഇനിയും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് എക്സ്റേസ്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേസ്. ഈ രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇത് വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. തിരിച്ചു പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ള ആളുകളാണ്, ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ള പാർട്ടാണ് ഗാമ റേസ് എന്നത്. അവിടെ നിന്ന് റേഡിയോ വേവ്സിലേക്ക് പോകുന്തോറും ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഇതിനിടയിൽ വരുന്ന കമ്പോണന്റ് ആയിരുന്നു വിസിബിൾ സ്പെക്ട്രം എന്നറിയപ്പെടുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ വിസിബിൾ സ്പെക്ട്രത്തിലും ഇതുപോലെ തന്നെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ളതാണ് വയലറ്റ്, ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതാണ് റെഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഫ്രീക്വൻസി. ഇനി എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നോക്കാം. അപ്പൊ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് നമ്മൾ പോകുന്നതിനും സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് എത്ര തരത്തിലുള്ള സ്പെക്ട്രം ഉണ്ട് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 തരത്തിലുള്ള സ്പെക്ട്രം കാണാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് സ്പെക്ട്രം, രണ്ടാമത്തേത് എമിഷൻ സ്പെക്ട്രം, മൂന്നാമത്തേത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനെ വേണമെങ്കിൽ ലൈൻ സ്പെക്ട്രം എന്ന് നമുക്ക് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്ന നോക്കാം. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട്, അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെട്ടിരിക്കും. ഇപ്പോ നമ്മൾ സൺലൈറ്റ് എടുക്കുകയാണ്. സൺലൈറ്റ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത്. അപ്പൊ സൺലൈറ്റിലെ ആ വിസിബിൾ പാർട്ട് മാത്രം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ബൾബ് എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ വിസിബിൾ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഏതെല്ലാം ഉണ്ടാവുക? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. ഈ പറഞ്ഞ എല്ലാ വേവ് ലെങ്ത്തുകളും, ഓരോ വേവ് ലെങ്ത് ആണ് ഓരോ കളർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ഒരു സ്പെക്ട്രം, ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് അത് വിളിക്കുന്നത്. ഓക്കെ,
ഇനി ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് സ്പെക്ട്രം ഇതിപ്പോ ഹൈ ഡെൻസിറ്റി ഹോട്ട് മാറ്റർ ലൈക്ക് സൺ പോലുള്ള ഒബ്ജക്റ്റുകളാണ് ഇത്തരം കണ്ടിന്യൂസ് സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്നത്. കാരണം അത് ഹൈ ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽസ് കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ആണത്. ഇനി അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക. അത് എമിറ്റ് ചെയ്യുന്നത് ഇപ്പൊ സണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഹോട്ട് മാറ്റർ ഒക്കെ ചൂടാക്കുമ്പോൾ എല്ലാ വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യുന്നു പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ചൂടാക്കുന്നത് എങ്കിൽ അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേവ് ലെങ്ത് മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ. സോഡിയം പോലെയുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിനെല്ലാം നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്തുകൾ മാത്രമേ എമിറ്റ് ചെയ്യൂ, അല്ലാതെ എല്ലാ വേവ് ലെങ്തും എമിറ്റ് ചെയ്യില്ല. അതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്പെക്ട്രം കാണാൻ പറ്റുന്നത്, എമിഷൻ spectrum. So when an object, when a material is excited by providing energy into that, it emits its characteristic wavelength when it comes down to the lower state. This type of a spectrum is called emission spectrum. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു emission spectrum കാണാൻ പറ്റും. ഇനി മറ്റൊന്ന് absorption spectrum ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് സൺലൈറ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്, അതായത് എല്ലാ വേവ് ലെങ്ത്തുകളും ഉള്ള ഒരു സ്പെക്ട്രം. നമ്മൾ ഒരു പ്രത്യേക തരം മെറ്റീരിയലിലൂടെ, ഫോർ എക്സാമ്പിൾ കോൾഡ് ഗ്യാസ് എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സൈറ്റ് ചെയ്യപ്പെടാത്ത ഒരു സാധാരണ അവസ്ഥയിലുള്ള ഒരു ഗ്യാസോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയലിലൂടെയോ ഈ പറയുന്ന കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തി വിട്ടു കഴിഞ്ഞാൽ this material will absorb its own characteristic wavelength. അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ആവശ്യമുള്ള വേവ് ലെങ്ത് എന്താണോ അതിനെ മാത്രം അയാൾ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നേരത്തെ എമിറ്റ് ചെയ്ത വേവ് ലെങ്ത് എന്താണോ അത് തന്നെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിട്ട് വരുന്നത്. എമിഷനിൽ നമ്മൾ അതിനെ എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ when it comes down to the lower state, എനർജി കൊടുക്കുമ്പോൾ it will go to the excited state, and when it comes down to the lower state, it will emit the energy, the difference in energy as radiations. അതാണ് എമിഷൻ സ്പെക്ട്രത്തിൽ കണ്ടത്. അപ്പൊ അതുപോലെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം നമ്മൾ ഒരു മെറ്റീരിയൽ നോർമൽ സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയലിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്നും ഈ മെറ്റീരിയലിന് ആവശ്യമായ വേവ് ലെങ്ത് അല്ലെങ്കിൽ എനർജി എത്രയാണോ അത് മാത്രമേ അത് എടുക്കുള്ളൂ, എല്ലാം എടുക്കില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്ന് ഈ എനർജിയെ ഇയാൾക്ക് ആവശ്യമുണ്ടായിരുന്നു, അത് അബ്സോർബ് ചെയ്തു. ഇതിനെ ആവശ്യമുണ്ടായിരുന്നു, അതിനെ അബ്സോർബ് ചെയ്തു. ഇത് രണ്ടെണ്ണം ഇവിടെ ആവശ്യമുണ്ടായിരുന്നു, അതിനെ അബ്സോർബ് ചെയ്തു. സോ ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രം, ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇവിടെ സോഡിയം എന്ന് പറയുന്ന മെറ്റലിന്റെ, സോഡിയത്തിനെ വേപ്പറൈസ് ചെയ്തിട്ട് അതിനെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന രണ്ട് ലൈൻ സ്പെക്ട്രം നിങ്ങൾക്ക് കാണാം. സോഡിയത്തിന് രണ്ട് ലൈൻ, സോഡിയം ഡി ലൈൻസ് ഏകദേശം 588 ആൻഡ് 589 ഇടയിൽ വരുന്ന രണ്ട് സ്പെക്ട്രൽ ലൈൻസ് ആണ് സോഡിയത്തിനുള്ളത്. സോഡിയം മെറ്റീരിയൽ സോഡിയം ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെയുള്ള ഒരു നല്ല ടെക്നിക്കാണിത്. അപ്പോൾ ഒരു മെറ്റീരിയൽ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ അത് എമിഷൻ സ്പെക്ട്രം ഉണ്ടാകും. ആ എമിഷൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ വേവ് ലെങ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാവും. അപ്പൊ സോഡിയം എമിറ്റ് ചെയ്യുക ഈ രണ്ട് വേവ് ലെങ്ത്തുകളാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റേറ്റിലുള്ള സോഡിയം വേപ്പറിലേക്ക് നമ്മൾ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തിവിട്ട് അതിന്റെ മറ്റേ സൈഡിൽ സെൻസർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ അതിന്റെ ഇപ്പോ ഇത് ഫോർ എക്സാമ്പിൾ ഇത് സോഡിയം ആണെന്ന് വിചാരിക്കുക, സോഡിയം Na. ഇതിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തിവിടുകയാണ്. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ടാവുക ഏതാണെന്നറിയോ, ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും. ആ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്നും ആ രണ്ട് ലൈൻസ് അബ്സോർബ്ഡ് ആയിരിക്കും. അതിനെ ആ സോഡിയം അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ഉപയോഗിച്ചു. അതും ആ ഒരു രണ്ട് വേവ് ലെങ്ത്തുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന് ആവശ്യമുള്ള വേവ് ലെങ്ത്തുകൾ, അതിന്റെ രണ്ട് എനർജി സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിയാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് വിസിബിൾ പാർട്ടിലുള്ള അബ്സോർപ്ഷൻ, വിസിബിൾ പാർട്ടിലുള്ള എമിഷൻ, അതാണ്. ഇനി ഇത് മാത്രമല്ല, ചില മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും. ചില മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് UV റീജിയനിലായിരിക്കും. ചില ആളുകൾ അത് മൈക്രോവേവ് റീജിയനിലായിരിക്കും ചെയ്യേണ്ടത്. അതെല്ലാം ഓരോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പികളും ഉണ്ട്.
ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വിസിബിൾ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിയാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡ്സിൽ കാണിച്ചത്. ഓക്കെ, സോ ഏത് തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണോ ആ പെർട്ടിക്കുലർ മെറ്റീരിയലുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇൻഫ്രാറെഡ് റീജിയനിലെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. അത് ഇൻഫ്രാറെഡിലും വിസിബിളിലും കയറി വരുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി UV-യിൽ വരുന്ന ഒരു സെക്ഷൻ ആണിത്. അതുപോലെ എക്സ്റേ യൂസസ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ ഗാമ റേസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി, റേഡിയോ വേവുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. EPR സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോൺ EPR എന്ന് പറഞ്ഞ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. അങ്ങനെ പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പീസ് ഉണ്ട്. ബേസിക്കലി ഇതെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏത് പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടാണ്. അപ്പൊ അത്തരത്തിൽ പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ലേൺ അബൌട്ട് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ മോഡ്യൂളിൽ പറയുന്നത് എന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചിട്ടാണ്. Infrared spectroscopy deals with the infrared region of electromagnetic spectrum, and it generally refers to the analysis of interaction of molecule with infrared. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിലെയും മോളിക്യൂൾസും ഇൻഫ്രാറെഡ് റേഡിയേഷനുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് അത് ഉപയോഗപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിന് വളരെ അടുത്ത് തന്നെ കാണപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റീജിയൻ ആണ് ഇൻഫ്രാറെഡ് എന്ന്. റെഡിന് തൊട്ടടുത്ത് തന്നെ വരും. റെഡിനേക്കാൾ കൂടിയ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇൻഫ്രാറെഡിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നിയർ ഇൻഫ്രാറെഡ്, നമ്മളുടെ വിസിബിൾ ലൈറ്റിൽ റെഡ് എന്ന് പറയുന്ന വേവ് ലെങ്ത്തിന് അടുത്ത് വരുന്ന വേവ് ലെങ്ത്തുകളാണ് നിയർ ഇൻഫ്രാറെഡ്. അതിൽ നിന്ന് ഏറ്റവും ദൂരെ വരുന്നത് ഫാർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. ഇതിന് രണ്ടിനും നടുക്ക് വരുന്നതിന് നമ്മൾ മിഡ് ഇൻഫ്രാറെഡ് റീജിയൻ എന്ന്. അപ്പൊ അങ്ങനെ മൂന്ന് റീജിയൻ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നിയർ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12,500 തുടങ്ങി 4,000 സെന്റിമീറ്റർ -, ഇതൊക്കെയാണ് എന്റെ വേവ് നമ്പർ ആയിട്ട് വരുന്നത്. ഫാർ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോഴത്തേക്കും 667 to 50 സെന്റിമീറ്റർ -1 ആണ് വരിക. അപ്പൊ ഈ ഒരു റേഞ്ച്, അപ്പൊ ഇൻഫ്രാറെഡ് റീജിയനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ച് നടത്തുന്ന സ്പെക്ട്രോസ്കോപ്പി, അതിനെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഇൻഫ്രാറെഡ് അബ്സോർപ്ഷൻ? You know that matter is made up of atoms and a group of atoms called molecules. Atoms, molecules എല്ലാം ചേർന്നാണ് മാറ്റർ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ ആറ്റംസ് പരസ്പരം ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ത്രൂ ബോണ്ട്സ്. ആറ്റംസ് തമ്മിൽ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ all these atoms in molecules at a particular temperature, they are continuously vibrating with respect to each other. അപ്പോ ആറ്റംസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. അപ്പോ അവർ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തു നിന്ന് ഒരു പ്രത്യേക പല പല ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കടത്തി വിടുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഫ്രീക്വൻസി ഈ മെറ്റീരിയലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ആ മെറ്റീരിയലിലെ ഓരോ ആറ്റംസും വൈബ്രേറ്റ് ചെയ്യുകയാണെന്നും അതിനൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടെന്നും പറഞ്ഞു. ഒരു മെറ്റീരിയലിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മോളിക്യൂളിലേക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് നാം കടത്തിവിടുകയാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഫ്രീക്വൻസി മാച്ചസ് വിത്ത് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദിസ് ആറ്റംസ്, ഈ ആറ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ ഇവർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അല്ലാതെ നമ്മൾ കടത്തിവിടുന്ന എല്ലാ, ഇപ്പൊ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ തന്നെ നമുക്കറിയാം, ഇൻഫ്രാറെഡിനകത്ത് പല പല റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പൊ അതില് ഏത് ഫ്രീക്വൻസി ആണോ ഈ പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയുമായി മാച്ച് ആകുന്നത്, ആ ഫ്രീക്വൻസിയെ
ഈ മെറ്റീരിയൽ കൂടുതലായി അബ്സോർബ് ചെയ്യും. എന്തിനാണ്? അതിലെ എനർജി അത് അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആ മെറ്റീരിയലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ അബ്സോർപ്ഷൻ, IR അബ്സോർപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്താണ്, ആ മെറ്റീരിയലിന്റെ സ്വഭാവം എന്താണ്, അത് ഇറ്റ് ആക്ട് ലൈക്ക് എ ഫിംഗർ പ്രിന്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. സോ അതുകൊണ്ട് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓരോ ആറ്റത്തിന്, ഓരോ എലിമെന്റിന്റെ ആറ്റത്തിന്, അല്ലെങ്കിൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ വേറെ വേറെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എടുത്താൽ, ഏതെങ്കിലും ഒരു ആറ്റം എടുത്താൽ, അയാളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, അത് ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊരു IR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ കൂടുതലായി അബ്സോർബ് ചെയ്തു എന്ന് കണ്ടാൽ ആ ആ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഏത് മെറ്റീരിയൽ ആണ് ഈ ഒരു ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ആ മെറ്റീരിയൽ അതിൽ പ്രസന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഫിംഗർ പ്രിന്റ് ഓഫ് ദ മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെന്റേഷനിലേക്ക് പോകാം. അപ്പൊ ഇത്തരത്തിൽ you already learned about infrared spectroscopy in your previous chapters. So this chapter is basically about the instrumentation part. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷനിലെ, അതായത് എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണ്, എങ്ങനെയാണ് ഇതിന്റെ എക്യുപ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ സ്പെക്ട്രോമീറ്റർ എന്നാണ് വിളിക്കുന്നത്. So the instrument used to record the IR spectrum is known as an IR spectrometer, infrared spectrometer. IR spectrum സ്റ്റഡി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ IR spectrometer എന്ന് വിളിക്കുന്നു. അപ്പോൾ പല ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമ്മൾ ഒരു സാമ്പിളിലൂടെ കടത്തിവിട്ടാൽ, എന്നിട്ട് അതിലൂടെ കടന്നു വരുന്ന ഫ്രീക്വൻസിയുള്ള റേഡിയേഷനുകളുടെ ഇന്റൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ഒരു പ്രത്യേക ഇന്റൻസിറ്റിയിലുള്ള റേഡിയേഷൻ ആണ് ഒരു സൈഡിൽ നിന്ന് കടത്തി വിടുന്നത് സാമ്പിളിനകത്ത് കൂടി. എന്നിട്ട് സാമ്പിളിൽ നിന്ന് പുറത്തു വരുന്ന ഇന്റൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. അതിൽ ചില ഫ്രീക്വൻസി എല്ലാം സാമ്പിളിൽ നിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും ഇന്റൻസിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കടത്തിവിട്ട ഇന്റൻസിറ്റിയേക്കാൾ കുറഞ്ഞതാണ് അപ്പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസിയെ ആ മെറ്റീരിയൽ കൂടുതലായി അബ്സോർബ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ. Infrared spectroscopy is divided generally into various three categories. We already discussed that: near infrared, mid infrared and far infrared. അത് കൂടാതെ ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റേഴ്സ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The IR spectrometers can be broadly classified into two. One is called dispersive type spectrometer and the second one is Fourier transform infrared spectrometer. അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: ഡിസ്പേഴ്സീവ് ടൈപ്പ് സ്പെക്ട്രോമീറ്ററും ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ അഥവാ FTIR സ്പെക്ട്രോമീറ്റർ. ഇതിനെ രണ്ടിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം ഡിസ്പേഴ്സീവ് ടൈപ്പ് സ്പെക്ട്രോമീറ്ററുകൾ എന്താണെന്ന് നോക്കാം. ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു കൂട്ടം വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ഒന്നിച്ചു വരികയാണെങ്കിൽ അതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്, ആ ഒരു ഫിനോമിന, ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ dispersion എന്ന് പറയുന്നത്. It is a splitting of, dispersion is the splitting of a composite light into its component colors. അപ്പോ ഇൻഫ്രാറെഡ് തന്നെ നമുക്കറിയാം പല പല വേവ് ലെങ്ത്തുകളുടെ കൂട്ടമാണ്. അപ്പൊ ആ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഡിസ്പെർഷൻ ടെക്നിക് ഉപയോഗിച്ച് നമ്മൾ പല പല ഫ്രീക്വൻസികളാക്കി മാറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് എല്ലാം ഉപയോഗിച്ച് പല ഫ്രീക്വൻസികളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഫ്രീക്വൻസിയും ഈ സാമ്പിളിലൂടെ കടത്തിവിടുന്നു. എന്നിട്ട് അതിനുശേഷം അപ്പുറത്ത് എത്ര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചില ഇന്റൻസിറ്റി എല്ലാം കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തിട്ട് കൊണ്ടാണ് അത് കുറഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഡിസ്പേഴ്സീവ് ടൈപ്പ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററുകളെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സിംഗിൾ ബീം സ്പെക്ട്രോമീറ്ററും മറ്റൊന്ന് ഡബിൾ ബീം സ്പെക്ട്രോമീറ്ററുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്പേഴ്സീവ് ടൈപ്പ് സിംഗിൾ ബീം സ്പെക്ട്രോമീറ്റർ എന്താ? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിലെന്താ ചെയ്യുന്നത്? ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടാവും. ഹീറ്റ് റേഡിയേഷനെയാണ് നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇതിനെ
ഒരു കൊളിമേറ്ററും മോണോക്രോമാറ്ററും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പല പല ഫ്രീക്വൻസി ഉള്ളതാണ് വരുന്നത്. അതിനെ ഏതെങ്കിലും സിംഗിൾ ഫ്രീക്വൻസി ഇൻഫ്രാറെഡിൽ തന്നെ ഒരു സിംഗിൾ ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു, എന്നിട്ട് അതിനെ സാമ്പിളിലൂടെ കടത്തിവിടുന്നു. അപ്പൊ സാമ്പിൾ ഇവിടെ നമ്മൾ കടത്തിവിടുന്ന ഇന്റൻസിറ്റി I0 ആണ്. ഈ സാമ്പിളിൽ നിന്ന് കടന്നു വരുമ്പോൾ I1. അത് അപ്പൊ ആ രണ്ട് ഇന്റൻസിറ്റിയും കമ്പയർ ചെയ്യുകയാണ്. അതിനുശേഷം ഈ മോണോക്രോമാറ്റർ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യിപ്പിച്ച അടുത്ത വേവ് ലെങ്തിനെ കടത്തിവിടും. അങ്ങനെ ഓരോരോ വേവ് ലെങ്തുകളെ വൺ ആഫ്റ്റർ അനദർ നമ്മൾ ഈ സാമ്പിളിനകത്തോട് കടത്തിവിടുകയും അതിനപ്പുറത്ത് സാമ്പിളിന് അപ്പുറത്ത് എത്രമാത്രം ഇന്റൻസിറ്റിയിൽ ഇത് കടന്നു വരുന്നു എന്ന് നോക്കുന്നു. സോ ദ വൺ വിച്ച് ഈസ് അബ്സോർബ്ഡ് മോർ, അപ്പൊ അപ്പുറത്ത് വരുന്ന ഇന്റൻസിറ്റി കുറവായിരിക്കും ഉണ്ടാവുക, അപ്പൊ അതിന്റെ അബ്സോർപ്ഷൻ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഒരു സിംഗിൾ ബീം സ്പെക്ട്രോമീറ്ററിന്റെ എന്താ പറയാ എക്യുപ്മെന്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ ഓപ്പറേറ്റ് ഫാസ്റ്റർ ആൻഡ് പ്രൊവൈഡ് ബെറ്റർ റിസൾട്ട് ബിക്കോസ് ഈ ഡബിൾ ബീം സ്പെക്ട്രോമീറ്ററിൽ സാമ്പിൾ ബീമിനെ കൂടാതെ ഒരു സാമ്പിളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ സാമ്പിൾ സെല്ല് കൂടാതെ നമ്മൾ ഒരു റെഫറൻസ് മെറ്റീരിയൽ കൂടി നമ്മൾ അവിടെ വയ്ക്കും. സാമ്പിളിനെ കൂടാതെ ഒരു റെഫറൻസ് മെറ്റീരിയൽ കൂടി വയ്ക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇതിൽ കാണാൻ പറ്റും. ആ കടന്നു വരുന്ന ലൈറ്റിനെ M1 എന്ന മിറർ രണ്ടായി ഇൻഫ്രാറെഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരെണ്ണം നമ്മളുടെ സാമ്പിൾ നിറച്ച ക്യുവറ്റിലൂടെയും മറ്റൊന്ന് വാക്യൂം അല്ലെങ്കിൽ എയർ നിറച്ചിട്ടുള്ള എയർ ഫിൽ ചെയ്തിട്ടുള്ള ക്യുവറ്റ്, അതാണ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് രണ്ടിലൂടെയും കടന്നു വരുന്നു. എന്നിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യുകയും എത്രമാത്രം ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഇപ്പുറത്ത് വന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. Double beam spectrometers operate faster and they provide better result because ഇത് ഈ ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ കുറച്ച് നല്ല റിസൾട്ട് ആണ് തരുന്നത്. കാരണം അത് ഒരു ഓട്ടോമാറ്റിക് കറക്ഷൻ സാമ്പിളുമായിട്ട് അല്ലെങ്കിൽ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് അത് എപ്പോഴും ഒരു ഓട്ടോമാറ്റിക് കറക്ഷൻ ഫോർ എനി ഫ്ലക്ച്വേഷൻ ഇൻ ദ റേഡിയേഷൻ സോഴ്സിലുണ്ടാകുന്ന, അതായത് എപ്പോഴും ഈ മറ്റേത് അങ്ങനെയല്ലേ, സോഴ്സിലെ ഇന്റൻസിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ല. പക്ഷേ ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ റെഫറൻസിലൂടെ കടന്നു വരുന്ന ഇന്റൻസിറ്റിയുമായി കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ സോഴ്സിൽ നിന്ന് വരുന്ന ഇന്റൻസിറ്റി എന്തായാലും കുഴപ്പമില്ല, റെഫറൻസിലുള്ള ഇന്റൻസിറ്റിയുമായി കമ്പയർ ചെയ്ത് അത് ഓട്ടോമാറ്റിക് കറക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഡിറ്റക്ടറിൽ അതിന്റെ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡബിൾ ബീം സ്പെക്ട്രോമീറ്ററിൽ കിട്ടുന്ന സ്പെക്ട്രം കുറച്ചുകൂടി പ്രിസൈസ് ആൻഡ് റിലയബിൾ ആണ്. അപ്പൊ ഡബിൾ ബീം സ്പെക്ട്രോമീറ്റർ ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡബിൾ ബീം സ്പെക്ട്രോമീറ്ററിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഉണ്ടാവുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റേഡിയേഷൻ സോഴ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടാക്കുന്ന സോഴ്സ്. അതായത് എന്തെങ്കിലും ഒരു മെറ്റൽ എടുത്തിട്ട് അതിന് ചുറ്റും ഒരു ഹീറ്റിംഗ് ഫിലമെന്റ്, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഹീറ്റിംഗ് ഫിലമെന്റ് വെച്ചാൽ മതി. ഇതൊരു മെറ്റലിന്റെ ഒരു റോഡാണെന്ന് വിചാരിക്കുക. അതിന് ചുറ്റും ഒരു ഹീറ്റിംഗ് കോയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിനകത്തൂടി ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹീറ്റ്, ബിക്കോസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതനുസരിച്ച് കറണ്ട് അതിലൂടെ വെൻ ദ കറണ്ട് പാസ് ത്രൂ ദിസ് മെറ്റീരിയൽ ഇറ്റ് ബിക്കം ഹോട്ട് ആൻഡ് എല്ലാ ഹോട്ട് ഒബ്ജക്ട്സും ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഒരു സാമ്പിൾ സെല്ലിനകത്താണ് നമ്മൾക്ക് ഏത് മെറ്റീരിയലിന്റെ ആണോ IR സ്പെക്ട്രം എടുക്കേണ്ടത് അത് വയ്ക്കുന്നു. മറ്റൊരു സെല്ലാണ് നേരത്തെ പറഞ്ഞു റെഫറൻസ് സെൽ. അപ്പൊ രണ്ടിലൂടെയും ഇത് കടന്നു പോവുകയും അതിനെ കമ്പയർ ചെയ്ത് യു ക്യാൻ സീ ഹിയർ എ ഡിറ്റക്ടർ അത് കിട്ടുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അതിനുശേഷം അതിനെ റെക്കോർഡ് ചെയ്ത് പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ട് ഡബിൾ ബീം സ്പെക്ട്രോമീറ്റേഴ്സിന്റെ മെയിൻ പാർട്സ് എന്ന്. ഏതൊക്കെയായിരുന്നു? റേഡിയേഷൻ സോഴ്സ് ഉണ്ട്, സാമ്പിൾ സെല്ലുമുണ്ട്, റെഫറൻസ് സെല്ലുണ്ട്, അതുപോലെ ഒരു ഓപ്റ്റിക് സിസ്റ്റം, അതായത് ഇത്രയും മിററുകൾ, യു ക്യാൻ സീ ദ മിറേഴ്സ് ഹിയർ. അതുപോലെ ഒരു മോണോക്രോമാറ്റർ ഉണ്ട് അവിടെ. മോണോക്രോമാറ്റർ ഡിസ്പേഴ്സസ് ദ ബീം ഇൻ ടു വേരിയസ് ഓരോരോ ഫ്രീക്വൻസികളായിട്ട് മാറ്റുന്നതാണ് മോണോക്രോമാറ്റർ. ദെൻ ഡിറ്റക്ടർ വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ ദർ ഇസ് എ റെക്കോർഡ്, ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പ്ലോട്ട് ചെയ്യുമെങ്കിൽ പ്ലോട്ട് ചെയ്യും. അതിന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ മെമ്മറി സ്റ്റോർ, ഏത് രീതിയിലുള്ള റെക്കോർഡറുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ബേസിക്കലി ദ instrumentation for a double beam infrared spectrophotometer. So we learned about dispersive type infrared spectrophotometers. അതിൽ തന്നെ രണ്ടെണ്ണം പഠിച്ചു, സിംഗിൾ ബീം ആൻഡ് ഡബിൾ ബീം. പക്ഷേ ഇത്തരത്തിലുള്ള ഡിസ്പേഴ്സീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ്
ഇൻഫ്രാറെഡ് വേവുകൾ വരുന്നതിൽ നിന്ന് ഓരോരോ ഫ്രീക്വൻസികളെ സെപ്പറേറ്റ് ചെയ്ത് അറ്റ് എ ടൈം ഒരു ഫ്രീക്വൻസി എന്ന രീതിയിൽ സാമ്പിളിലൂടെ കടത്തിവിട്ട് അതിന്റെ ഇന്റൻസിറ്റി ഔട്ട്പുട്ട് ഇന്റൻസിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ അങ്ങനെയാണ് അത് ഒരു സമയത്ത് ഒരു ഫ്രീക്വൻസി മാത്രം ഒരു മോണോക്രോമാറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് അതാണ് ഡിസ്പേഴ്സീവ് ടൈപ്പ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇതിന് സമയമെടുക്കും, റൈറ്റ്? ബിക്കോസ് ഓരോ ഫ്രീക്വൻസിയാണ് അറ്റ് എ ടൈം ഒരു ഫ്രീക്വൻസിയാണ് അതിനെ കടത്തി വിടുക. അപ്പൊ അങ്ങനെ ഓരോരോ ഫ്രീക്വൻസികൾ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. സോ ദർ ആർ ഫ്യൂ ലിമിറ്റേഷൻസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സീവ് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി. അതിലൊന്ന് ഇത് തന്നെയാണ്, ഒന്ന് സ്ലോ ആണ്, സ്ലോ സ്കാനിങ് പ്രോസസ് ആണ് ഇത് നടക്കുക. ഓരോ വൺ ആഫ്റ്റർ അനദർ ഫ്രീക്വൻസീസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കടത്തി വിടുന്നു. അപ്പൊ ഇങ്ങനെ സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പൊ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു പ്രോബ്ലം കൂടി അവിടെ വരും. മെഷർമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ആണ് അവിടെ നടക്കുന്നത്, rather than all frequencies simultaneously. അപ്പോ ഈ ടൈം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഓരോ വേവ് ലെങ്ത് ഓരോ ഫ്രീക്വൻസിയുടെയും ഓരോ ഫ്രീക്വൻസി കമ്പോണന്റെയും ഇന്റൻസിറ്റി സെയിം ആകണം നിർബന്ധമില്ല. ഇനിയിപ്പോ ഇന്റൻസിറ്റി സെയിം ആയാൽ തന്നെ സാമ്പിളിന് as time increases സാമ്പിളിന് എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കും. നമ്മളിപ്പോ ഒരു കെമിക്കൽ സാമ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു 5 മിനിറ്റ് 6 മിനിറ്റ് സമയം എടുക്കുകയാണെങ്കിൽ ആ ടൈം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഇതിന് സമയം എടുക്കുന്നു. അപ്പൊ അതനുസരിച്ച് ആ ടെമ്പറേച്ചർ മാറി വരാം, അല്ലെങ്കിൽ അതിന്റെ സാമ്പിളിന്റെ പ്രോപ്പർട്ടീസ് മാറി വരാം. ബിക്കോസ് ഡിസ്പേഴ്സീവ് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പൊ ഇതൊന്നും ഒഴിവാക്കുന്നതിനായിട്ട് പറ്റിയ ഒരു ടെക്നിക്കാണ് FTIR അഥവാ Fourier ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. Fourier ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഓരോരോ ഫ്രീക്വൻസിയെയും ഡിസ്പേഴ്സീവ് ടൈപ്പിൽ ചെയ്തതുപോലെ ഓരോരോ ഫ്രീക്വൻസിയെയും വൺ ആഫ്റ്റർ അനദർ കടത്തിവിടുന്നതിന് പകരം all frequencies are allowed to pass through the sample simultaneously. In FTIR, the radiation is not dispersed into components, but rather all wavelengths arrive at the detector simultaneously. അപ്പോൾ ഒരേ സമയത്താണ് ആ ഡിറ്റക്ടറിൽ എത്തുന്നത്. എന്നിട്ട് അതിലൊരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് Fourier ട്രാൻസ്ഫോം. Fourier ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഓരോ it converts the time domain signals into frequency domain spectrum. ടൈം ഡൊമൈനിലുള്ള ഇന്റൻസിറ്റിയെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാധാരണ സ്പെക്ട്രോസ്കോപ്പി എന്താണ് ചെയ്യുന്നത്? ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ലൈറ്റ് കടത്തി വിടുന്നു. ഒരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഒമേഗ എന്ന ഫ്രീക്വൻസിയിലുള്ള I0 ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് I ഒമേഗ എന്ന് പറയുന്ന ഒരു വാല്യൂ I0 ഒമേഗയാണ് നമ്മൾ കടത്തി വിടുന്നത്. I ഒമേഗ ആയിരിക്കും അപ്പുറത്ത് കിട്ടുന്നുണ്ടാവുക സാമ്പിളിലൂടെ കടന്നു വിടും. ഇത് സാധാരണ കൺവെൻഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. Okay, the changes in radiant power f of t is recorded as a function of time. ഈ I of omega അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ f of t എന്ന് വിളിക്കാം. The radiant power f of t ഓരോ സമയത്തുമുള്ള ഇന്റൻസിറ്റി, ഓരോ സമയത്തുമുള്ള ഇന്റൻസിറ്റി. അപ്പോൾ ഇൻ ഓർഡിനറി സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഓരോ ഇന്റൻസിറ്റിയെ ചെക്ക് ചെയ്തു. അതിന് പകരം ഓരോ ഈ സാമ്പിളിലൂടെ കടന്നു വരുന്ന സിഗ്നലുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിനെ f of t എന്ന് വിളിക്കാം. ഈ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലാക്കി മാറ്റുന്നു. I ഒമേഗ is equal to 1/√2. ഇതാണ് Fourier ട്രാൻസ്ഫോം. 1/√2 pi minus infinity to plus infinity f of t e raised to I omega t dt. ഈ Fourier ട്രാൻസ്ഫോം ടെക്നിക് ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഇത് ടൈം ഡൊമൈനിലുള്ള ഔട്ട്പുട്ട്, ഓരോ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ടാണ്. ആ ടൈം ഡൊമൈനിലുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് f വേണമെങ്കിൽ നമുക്ക് അതിനെ ടൈം ഡൊമൈനിലേക്ക് മാറ്റാം. f of t is equal to 1/√2 pi integral minus infinity to plus infinity I omega e raised to minus I omega x d omega തിരിച്ചു ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് വഴി നമ്മൾ ഓരോരോ ഫ്രീക്വൻസികളെയും അതിന്റെ കറസ്പോണ്ടിങ് ഇന്റൻസിറ്റികളെയും സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എടുത്തിട്ട്
അത് ടൈം ഡൊമൈനിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. അതിന് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലെ ഔട്ട്പുട്ട് ആയിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് വഴി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? അതിന് ഒന്ന് വേണ്ടത് ഒരു സോഴ്സ് ഓഫ് IR റേഡിയേഷൻസ്, പിന്നെ ഒരു ഇന്റർഫെറോമീറ്റർ, സാമ്പിൾ വയ്ക്കുന്ന ഒരു ക്യുവേറ്റ് ഉണ്ടാകും, അതിലൂടെ കടന്നു വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഡിറ്റക്ടർ ഉണ്ടാകും, അത് കിട്ടിയ സിഗ്നലിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യണം, അതിനുശേഷം അതിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ കൺവെർട്ടറാക്കി കൺവേർട്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ അത് റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഒരു FTIR സ്പെക്ട്രോസ്കോപ്പിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് കമ്പോണൻസ്. ഓക്കെ, സോ ദർ ഇസ് വൺ IR സോഴ്സ്, ഇൻഫ്രാറെഡ് സോഴ്സ്, പിന്നെ ഒരു ഇന്റർഫെറോമീറ്റർ ഉണ്ട്. ദ മോസ്റ്റ് കോമൺ ഇവിടെ ഒരു ഇന്റർഫെറോമീറ്റർ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ നമ്മളൊരു ബീം സ്പ്ലിറ്റർ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഒരു മിററിലേക്ക് പോകുന്നു, ഫിക്സഡ് മിററാണ്, അവിടെ പോയിട്ട് തിരിച്ചു വരുന്നു. മറ്റൊന്ന് ഒരു മൂവബിൾ മിററാണ്, അതിലേക്ക് പോയിട്ട് അവിടെ തിരിച്ചു. നമ്മളിത് മൈക്കിൾസിന്റെ ഇന്റർഫെറോമീറ്ററിലൊക്കെ പഠിച്ചാണ്, ഇന്റർഫെറോമീറ്റർ ടെക്നിക്ക് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇത് രണ്ടും കൂടി ചേരുകയാണ്, അങ്ങനെ ഇന്റർഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അതുവഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടിച്ചേർന്ന് വരുന്ന ലൈറ്റിനെയാണ് നമ്മൾ സാമ്പിൾ കമ്പാർട്ട്മെന്റ് വഴി കടത്തിവിടുകയും ഡിറ്റക്ട് ചെയ്യുകയും അതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷം വി ക്യാൻ സ്റ്റോർ ദാറ്റ് ഇൻ കമ്പ്യൂട്ടർ ഓർ വി ക്യാൻ പ്ലോട്ട് ദാറ്റ്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു FTIR ഫൊറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് എക്യുപ്മെന്റ്സ് ആൻഡ് വർക്കിംഗ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, I hope this is clear, and I hope the difference is clear now. In the case of dispersive type IR spectroscopy, one frequency at a time, but in the case of FTIR, we use all the frequencies almost simultaneously and then receive the output, and then it will be converted to frequency domain. അപ്പോൾ ഓരോ ഫ്രീക്വൻസിയിലും കിട്ടുന്ന ഔട്ട്പുട്ട് ഓരോ ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ടിലായിട്ട് മാറ്റുന്നു. ഓരോ ടൈമിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് അതിനെ ഫ്രീക്വൻസി ഔട്ട്പുട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് FTIR സ്പെക്ട്രോസ്കോപ്പി. ഇനി FTIR-ന് ഡിസ്പേഴ്സീവ് ടൈപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വി ഓൾറെഡി ഡിസ്കസ് സംതിങ്. അഗെയിൻ ഒന്നുകൂടി പറയാണ്, സ്പീഡ് കൂടുതലായിരിക്കും. മറ്റേതിൽ ഞാൻ പറഞ്ഞു വൺ ആഫ്റ്റർ അനദർ ഓരോ ഫ്രീക്വൻസികളെയും ഇങ്ങനെ കടത്തിവിട്ട് സ്കാൻ ചെയ്യണം. ഇവിടെ അതില്ല, ഒന്നിച്ചായതുകൊണ്ട് സ്പീഡ് കൂടുതലാണ്. സെൻസിറ്റിവിറ്റി കൂടുതലാണ്. സെൻസിറ്റിവിറ്റി is dramatically improved with FTIR because the detectors employees are much more sensitive. Optical output is much higher with a lower noise ഒക്കെ കുറവായിരിക്കും ഇതിനകത്ത്. പിന്നെ മെക്കാനിക്കൽ സിംപ്ലിസിറ്റി, അധികം വലിയ മെക്കാനിക്കൽ പാർട്സ് ഇതിനകത്ത് ആവശ്യമില്ല. as there is only one moving part, only ഒരു മിററേ ഉള്ളൂ. ആ ഇന്റർഫറൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ആ രണ്ടാമത്തെ ഒരു മിറർ, ഇത് മാത്രമാണ് മൂവിങ് മിറർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. Internally calibrated ആണ് calibration, but the instrument are itself calibrating and never need to be calibrated. വേറെ ഒരു വേറെ ഒരു റെഫറൻസ് കമ്പാർട്ട്മെന്റ് നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് FTIR-നുണ്ട്. എന്നിരുന്നാലും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. There are a few limitations are it cannot detect atoms or monoatomic ions because ഇത് കൂടുതലായിട്ടും അയോൺസ് ആൻഡ് മോണോആറ്റോമിക് അയോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Because single atoms do not contain chemical bonds and do not possess any vibrational motion. The spectra obtained from samples are complex and difficult to ഈ കിട്ടുന്ന സ്പെക്ട്രം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അടുത്തൊരു പ്രോസസ് ആണ് ഇതിനകത്ത്. അത് ചെറിയൊരു നമുക്ക് അറിഞ്ഞിരിക്കണം. ഓരോ we must compare with some standard spectrum. FTIR spectrometers are single beam technique. The samples and the background are measured at different times. ഇതിൽ റെഫറൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത്രേ ഉള്ളൂ. So it has advantages as well as disadvantages compared to our dispersive type IR spectroscopy. അടുത്ത നമുക്ക് പഠിക്കുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണ്. Microwave spectroscopy is the spectroscopic method that employs microwaves. നേരത്തെ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി പഠിച്ചു, അതിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് ഉപയോഗിച്ചത്. അതിന് പകരം ഇവിടെ മൈക്രോവേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. So microwaves are electromagnetic waves with a frequency between 1 gigahertz and 3 gigahertz. ആ gigahertz റേഞ്ചില് ഫ്രീക്വൻസി ഉള്ള മൈക്രോവേവുകളെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസിന് MS മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസിന് ഉപയോഗിക്കുന്നത്.
ഇലക്ട്രോണിക് എനർജി ലെവൽ പോലെ തന്നെ റൊട്ടേഷണൽ എനർജി ലെവൽസ് അതും ക്വാണ്ടൈസ്ഡ് ആണ്, സ്പെസിഫിക് എനർജി ഉള്ളതാണ്. Rotational energy levels are quantized. They are having specific energy levels. This means that when transition occur between these energy levels, absorption and emission of radiation can take place, leading to discrete line in the spectra. അപ്പോൾ നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രയെ കുറിച്ചെല്ലാം പറഞ്ഞതുപോലെ റൊട്ടേഷണൽ സ്പെക്ട്ര എടുത്താലും അതും ഓരോ സ്പെസിഫിക് എനർജി ഉള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക റൊട്ടേഷണൽ എനർജിയിൽ നിന്ന് മറ്റൊരു റൊട്ടേഷണൽ എനർജിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇൻ എനർജി എത്രയാണോ അത്രയും എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് മൈക്രോവേവ് റേഞ്ചിലാണ് വരുന്നത്. Since the energy levels are relatively close to each other, the absorption and emission fall in the low energy microwave region. Because of this reason, rotational spectroscopy is also known as microwave spectroscopy. So microwave spectroscopy തന്നെയാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് അറിയപ്പെടുന്നത്. കാരണം റൊട്ടേഷണൽ എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മളിവിടെ മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്. We can see a schematic diagram of a microwave spectrometer here. I think it's not clear here. Okay, anyway, I'll explain this. This is the power supply. This power supply is used to provide energy to the source of microwave. A source of microwave is a klystron. Klystron is used to produce microwaves. And the so produced microwaves are allowed to pass through a waveguide which consists of a mica window here. And this is to vacuum pump. And this is a sample cell. The sample is filled here. A gaseous sample is filled here. Okay, then there is a stark electrode, another mica window, and finally there is a crystal detector here. It's a crystal detector. The detector produces electric signals which is amplified here. You can see a preamplifier there, and another one is a lock-in amplifier. And finally the signals are recorded, or oscilloscope is used to plot the spectrum. So these are the main parts of a microwave spectrometer. It consists of a source. This is completely the source. Power supply and klystron is a source. Then there is a cavity wave meters and a waveguide. These are the cavity wave meter and waveguide. There is a sample cell inside the waveguide. Then there is a detector at the end. Okay. So monochromatic radiation in microwave region are emitted by klystron are allowed to pass through a sample cell containing the sample under investigation. അപ്പോൾ ക്ലിസ്ട്രോൺ ഉണ്ടാക്കുന്ന മൈക്രോവേവുകൾ നമ്മൾ ഈ സാമ്പിൾ സെല്ലിലൂടെ കടത്തിവിട്ട് അതിനപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന റേഡിയേഷൻസിനെ ഒരു ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് അതിനെ പ്ലോട്ട് ചെയ്യുന്നു. ഇതാണ് മൈക്രോവേവ് സ്പെക്ട്രോഫോട്ടോമീറ്ററിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. We can compare the spectrum produced by the spectroscopy of using microwave and infrared. There are, the first comparison is absorption spectrum. ഈ microwave spectrophotometryയിൽ നമ്മൾ മെയിൻ ആയിട്ട് gaseous samples ഉപയോഗിക്കുള്ളൂ. In microwave spectroscopy, the substance has to be gaseous state. പക്ഷേ in IR spectrത്തിലാണെന്നുണ്ടെങ്കിൽ they can be solid, liquid or gas. Microspectrometers, we always get absorption spectrum. ഇതിൽ absorption spectrum മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ IR spectrത്തിലെ absorption spectrum കിട്ടാം, emission spectrum കിട്ടാം. Absorption spectrum in microwave region gives information about molecular vibrations as a whole. പക്ഷേ IR spectrത്തിലാണെങ്കിൽ we get the characteristic group. ഏത് ഗ്രൂപ്പാണ് അതിൽ പ്രസന്റ് ആയിട്ടുള്ളത്, സിംഗിൾ ആറ്റത്തിനേക്കാൾ കൂടുതലായിട്ട് ഏത് ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് IR spectrത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. So this is something about microwave spectroscopy, its instrumentation and its comparison with IR spectroscopy. So in this video module, we learned about IR spectroscopy, FTIR spectroscopy, and microwave spectroscopy. The other type of spectroscopies we will learn in part 2 video module. Okay students, bye.